ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഇന്ന് രാവിലെ അറിയിക്കുന്നു. നമ്മളെല്ലാവരും അനേക പ്രാവശ്യം കേട്ടതും വായിച്ചതുമായ ഒരു തിരുവചനം അല്പനേരം വായിക്കുവാനും അതിൽ കൂടെ ശുശ്രൂഷിക്കുവാനും ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം അതിന്റെ 27 വാക്യത്തിലേക്ക് കടന്നു വരാം. മത്തായി 24 അതിന്റെ 27 വാക്യത്തിലേക്ക് കടന്നു വരാം. 24:27. അതെ. മിന്നൽ കിഴക്ക് ഉറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ഇല്ല, മത്തായി 14:27. യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. രാവിലെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വ്യക്തമായിട്ട് അറിയുന്നവനായ കർത്താവിന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്ന പകൽക്കാലങ്ങളാണ്, സമയങ്ങളാണ്. ചിലപ്പോൾ നിങ്ങളെ ആർക്കും അറിയുവാൻ കഴിയത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന ആ ശോധനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് പോലും അത് വ്യക്തമായിട്ട് അറിയാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ഓരോ ചിന്തകളും നിലവുകളും ഞെരുക്കങ്ങളും ആ ഹൃദയത്തിലെ ഓരോ തുടുപ്പുകളും അറിയുന്നവനായ കർത്താവിന് രാവിലെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്ന പകൽക്കാലമാണ്. ആ കർത്താവിന്റെ മുഖത്തേക്ക് നിങ്ങളെ ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുവരികയാണ്. എല്ലാവരും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ രാവിലെ അപ്പന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വിചാരങ്ങളും അറിയുന്ന കർത്താവേ, ഇന്ന് രാവിലെ അപ്പന്റെ മാറോട് ചേർന്നിരുന്ന് അപ്പാ ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു പകൽക്കാലമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വേദനകളെ അറിയുന്നവൻ, ഞാൻ നിന്റെ കഷ്ടതയെ അറിയുന്നു, ഞാൻ നിന്റെ ദാരിദ്ര്യം അറിയുന്നു എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും അപ്പന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളോട് സംസാരിക്കുക അപ്പച്ചാ. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ ഇന്ന് രാവിലെ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും നീങ്ങി മാറുവാൻ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിന്റെ വായോടുകൂടി ഇരിക്കണം. പ്രാർത്ഥനയായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് രാവിലെ ഈ പ്രളയിരിക്കുന്ന ദൈവജനത്തോട് ഇന്ന് കർത്താവ് സംസാരിക്കുന്ന പകൽക്കാലമാണ്. പ്രതികൂലങ്ങളെ, വെല്ലുവിളികളെ കണ്ട് ഭയന്നിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാവിലെ കർത്താവ് സംസാരിക്കുന്നു. ചില പൈശാചിക ശക്തികളുടെ വെല്ലുവിളികളുടെ മുന്നിൽ ആമൻ ഭയന്നിരിക്കുന്ന ജീവിതങ്ങൾ, അഭിചാരങ്ങൾ, മന്ത്രങ്ങൾ നിനക്കെതിരെ തൊടുത്തുവിടുമ്പോൾ അതിന് നടുവിൽ ഭയന്നിരിക്കുന്ന ജീവിതങ്ങളോട് പലവിധ രോഗങ്ങൾ, വെല്ലുവിളികൾ, കടഭാരങ്ങൾ, അങ്ങനെ പല രീതിയിൽ മനുഷ്യന്റേതായ ശബ്ദങ്ങളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചിരിക്കുന്ന ജീവിതങ്ങളോട് കർത്താവ് ഇന്ന് രാവിലെ സംസാരിക്കുകയാണ്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. ഞാൻ ആകുന്നു. ഞാൻ എന്ന് പറയുവാൻ കഴിവുള്ള ഏക ദൈവം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഞാനാകുന്നു എന്ന് പറയുവാൻ കഴിവുള്ള ഏക ദൈവം എന്റെ യേശു കർത്താവ് മാത്രമാണ്. തിരുവചനത്തിലേക്ക് നോക്കൂ. യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല എന്ന് പറഞ്ഞവൻ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഈ അപ്പത്തിൽ നിന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ
ഞാൻ ഞാൻ എന്ന് പറയുവാൻ കഴിവുള്ളതായ കർത്താവിന് രാവിലെ നിങ്ങളെ നോക്കി പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ഈ വചനം പറഞ്ഞത് ആരോടാണ്? തന്റെ ശിഷ്യന്മാരോട്. കർത്താവിന്റെ വിളി കേട്ട് അപ്പനെയും പടകിനെയും വിട്ട് ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരോട്, തന്നെത്താൻ ധരിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട്, ഈ യേശുവിന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചത് കൊണ്ട് അവിടെ ജീവിതത്തിലേക്ക് നിന്ദകൾ, പരിഹാസങ്ങൾ, അതിന്റെ ശോധനകൾ പലതും കടന്നു വന്ന ആ ശിഷ്യന്മാരെ നോക്കി യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാവിലെ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഇത് യേശു പറയുമ്പോൾ സഭായുഗം ആ സമയത്ത് ആരംഭിച്ചിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ യുഗം, കൃപായുഗം ആ സമയത്ത് ആരംഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, ഈ സഭായുഗത്തിൽ ഇരുന്നു കൊണ്ട്, കൃപായുഗത്തിൽ ഇരുന്നു കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആരോടാണ് സംസാരിക്കുന്നത്? യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഇന്ന് രാവിലെ പറയുന്നു, ധൈര്യപ്പെടുവീൻ. ഇന്ന് രാവിലെ നീ ഒരു ദൈവ മകനായി, ദൈവ മകളായി നീ തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം, ഏറ്റവും വലിയ ശത്രു ഏതെന്ന് ചോദിച്ചാൽ മരണമാണ്. ഭയം മരണഭയമാണ്. എന്നാൽ യേശു കർത്താവ് എന്താണ് ചെയ്തത്? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശുവിന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന എന്നെയും നിന്നെയും വിടുവിച്ചിട്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കരത്തിൽ വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവപൈതലേ, ദൈവമകനെ, ഇന്ന് രാവിലെ നീ എന്റെ കരുത്തിലേക്ക് നോക്കൂ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കരുത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ നീ ധൈര്യപ്പെടണം. കൊന്നിട്ട് ആമേൻ നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ മാത്രം നീ ഭയപ്പെട്ടാൽ മതി. നിന്റെ ദേഹത്തെ ഉണ്ടല്ലോ, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ മനുഷ്യനെ നീ ഭയപ്പെടരുത്. ഇന്ന് രാവിലെ നീ ഒരു ദൈവമകനായി മാറിയെങ്കിൽ, ഒരു ദൈവ മകളായി മാറിയെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന മരണത്തെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ആ ഭയം നിന്നെ നീക്കി മാറ്റി കളഞ്ഞിരിക്കുന്നു. ആ നീക്കി കളഞ്ഞിട്ട് യേശു ഇന്ന് രാവിലെ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ഇന്ന് രാവിലെ ഈ ശബ്ദം കേട്ട് ഇന്ന് രാവിലെ ഉറപ്പ് പ്രാപിച്ചു നിൽക്കുവാൻ കർത്താവിൽ ഞാൻ ആലോചന തരികയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഒരു സംഭവത്തെ കർത്താവ് അവിടെ പരിശുദ്ധ അവിടെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്നു. അതിന്റെ 15-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം അവിടെയും വിശദീകരിച്ചിട്ടാണ് പിന്നത്തേതിൽ ഇത് എഴുതിയിരിക്കുന്നത്. ആ 15-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച സംഭവത്തെ അവിടെ വിശദീകരിക്കുന്നു. മാത്രമല്ല, അത് പോഷിപ്പിച്ചിട്ട് 12 കൊട്ട മീനും അപ്പവും ശേഷിപ്പിച്ചിട്ട് അത് നിറച്ച് ശിഷ്യന്മാരുടെ തലയിൽ വെച്ച് കൊടുത്ത് അവർ ചുമന്നുകൊണ്ട് പോകുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഈ സംഭവത്തെ കുറിച്ച് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ 6-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇതൊക്കെയും തിന്നുകയും
കാണുകയും ചെയ്ത ജനം യേശുവിനെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട്, ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടപ്പോൾ ജനം എന്തു ചെയ്തു? യേശുവിനെ അവരുടെ രാജാവാക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കണ്ട ഉടനെ യേശു എന്ത് ചെയ്തു? അവരിൽ നിന്നെല്ലാം താൻ അകന്നുപോയി ഏകനായിട്ട് മലയിലേക്ക് കയറിപ്പോയതായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇവിടെ മത്തായി ആ സംഭവത്തെ കുറിച്ച് ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നു. അതിന്റെ 14-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. മത്തായി 14:22. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവിടെ നോക്കൂ, ഓരോ വാക്കുകളും വചനങ്ങൾ എടുത്തുന്ന രാവിലെ നമ്മൾ അവൻ പഠിക്കുവാൻ പോവുകയാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോടെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് സംസാരിക്കുന്ന പകൽക്കാലമാകുന്നു. അവിടെ നോക്കുക, യേശു ഉടനെ പുരുഷാരത്തെ എല്ലാം പറഞ്ഞയച്ചിട്ട് താൻ പ്രാർത്ഥിപ്പാനായി മലയിൽ കയറിപ്പോയി എന്നവിടെ എഴുതിയിരിക്കുന്നു. അവിടെ ആദ്യം ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ യേശു നിർബന്ധിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വലിയ ശുശ്രൂഷകൾ കഴിഞ്ഞ് അവൻ 5 അപ്പം 2 മീനെ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ വലിയ പ്രവൃത്തി ചെയ്തതിന് ശേഷം യേശു എന്തു ചെയ്തു? ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാനായിട്ട് നിർബന്ധിച്ചു എന്നവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിന്റെ തന്നെ അവസാന 34-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അക്കരെ എന്ന് പറയുന്നത് ഗദര ദേശമാണ്. ആ ഗദരദേശത്ത് എന്ന് പറയുമ്പോൾ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ വലിയൊരു കൂട്ടം ജനം യേശുവിനെ കാത്തവിടെ കിടക്കുന്നതായി കാണുവാൻ കഴിയും. ദീനക്കാർ, രോഗികൾ പലരും അനേകർ അവിടെ കിടക്കുന്നുണ്ട്. യേശു ഈ ഗദരദേശത്തേക്ക് പോകുവാനായിട്ടാണ് ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഗന്നസര ദേശത്തേക്ക് ഒരു വലിയ കൂട്ടം ജനം കാത്തിരിക്കുന്ന ജനത്തിന് നടുവിലേക്ക് ശിഷ്യന്മാർ യേശു പോകുന്നതിന് മുമ്പായി ആമേൻ അവിടേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നതായി കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് യേശു എന്ത് ചെയ്തു? ആമേൻ ആ 23-ാം വാക്യം ഇപ്പോൾ വായിച്ചതനുസരിച്ച് യേശു തനികെ ആമേൻ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. യേശു തനികെ ഏകനായിട്ട് പിതാവുമായി സംസാരിക്കേണ്ടതിന് ഇതാ മലയിലേക്ക് കയറിപ്പോയതായി കാണുവാനായിട്ട് കഴിയും. മണിക്കൂറുകൾ പിതാവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അടുത്ത മണിക്കൂറുകളിൽ യേശു എന്തു ചെയ്യണമെന്ന് പിതാവിനോട് ആലോചന ചോദിച്ച് പിതാവിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ആലോചനയ്ക്കായിട്ട് യേശു മണിക്കൂറുകൾ പിതാവുമായി സംസാരിക്കുന്നത് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാവിലെ ഇത് വാസ്തവമായി ഈ വചനം കേൾക്കുന്ന നീ ഒരു ദൈവവൈദ്യനാണെങ്കിൽ, വാസ്തവമായി ഒരു ദൈവമകനാണെങ്കിൽ, ക്രിസ്തു എന്ന ആ കൂട്ടവകാശിയോടുകൂടെ നിന്നെയും ഇന്ന് രാവിലെ അവകാശിയാക്കി മാറ്റി തീർത്തുവെങ്കിൽ, യേശു ക്രിസ്തു കാണിച്ച വലിയൊരു മാതൃക ഇന്ന് രാവിലെ അവകാശിയായിരിക്കുന്ന ദൈവവൈദ്യരെ നീയും ഏറ്റെടുക്കണമെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ മുന്നിൽ നിനക്കറിയത്തില്ല എന്തൊക്കെ വെല്ലുവിളികളായി ഇന്ന് രാവിലെ നേരിടാൻ പോകുന്നതെന്ന്. ഇന്ന് രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉരുണ്ട് കയറാൻ പോകുന്ന എത്രയെത്ര വെല്ലുവിളികൾ എന്ന് നമുക്കറിയത്തില്ല. ഇന്നത്തെ പകൽക്കാലം ഏതൊക്കെ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നത് നമുക്കറിയത്തില്ല. ഏതൊക്കെ പ്രതികൂലങ്ങളാണ് കടന്നു വരുന്നത് നമുക്കറിയത്തില്ല. ഇതൊന്നും അറിയത്തില്ല. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് ഓടിച്ചെന്ന് യേശു കർത്താവ് പിതാവിന്റെ മുഖം അന്വേഷിച്ചതുപോലെ ചില മണിക്കൂറുകൾ ആമേൻ ആലോചന സഭയിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ ഇന്ന് പകൽക്കാലം എനിക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ
വെക്കുവാൻ, ചുവടുകൾ വെക്കുവാൻ നീ എനിക്ക് ശക്തി തരണമേ കർത്താവേ. നിന്റെ ആലോചന എനിക്ക് വേണം. ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് സ്ഥിരമുള്ളതായി, ആമേൻ, അത് വ്യക്തമായി ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ ചുവടുകൾ വെക്കണം. അതിനായി എനിക്ക് ആലോചന തരണം, എനിക്ക് ശക്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽക്കാലം ജയത്തിന്റെ ദിവസമായി തീരും. ദൈവത്തിന് അന്യോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ വെല്ലുവിളി, കടന്നു വരുന്ന വെല്ലുവിളികളെ ജയിച്ചു കയറണമോ, അവൻ ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കണമോ, ഇന്ന് രാവിലെ യേശു കാണിച്ചു തന്ന മാതൃക, ആ രഹസ്യ പ്രാർത്ഥന, ഏകനായിട്ട് കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുന്ന ആ പ്രാർത്ഥന ഇന്ന് രാവിലെ ഏറ്റെടുക്കുവാൻ കർത്താവ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രയർ ലൈനിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു പ്രഭാതം നമുക്ക് നൽകുമ്പോൾ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്ന ഓരോ ചലഞ്ചുകളെ, വെല്ലുവിളികളെ ജയിച്ച് കയറിപ്പോകണമോ, ആമേ, ജീവിതത്തിൽ എടുക്കേണ്ടതായ ശക്തമായ ചില തീരുമാനങ്ങൾ അത് ഉറപ്പോടെ എടുക്കണമെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾക്കും എനിക്കും ആവശ്യമായിരിക്കുന്നത് രഹസ്യ പ്രാർത്ഥന. അതേ, ആലോചന സഭയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തൊന്ന് പ്രാപിച്ചെടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പകൽക്കാലമാക്കി ഇത് തീർക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് ജയത്തിന്റെ പകൽക്കാലമാക്കി മാറ്റുമെന്ന് ഇന്ന് രാവിലെ ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ആത്മാവിലുള്ള പ്രാർത്ഥന. ഇപ്പോൾ അതിന് ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുന്നു, നിങ്ങളെ ഒന്നും എനിക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല, നിങ്ങളുടെ ശബ്ദവും എനിക്ക് കേൾക്കാൻ കഴിയത്തില്ല, ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല, കാരണം ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നില്ല. ഇതുപോലെ നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ യാതൊരു ശബ്ദവും കർത്താവിൽ നിങ്ങൾ കേൾക്കുവാനായിട്ട് കഴിയാത്തൊരു അവസ്ഥയായിരിക്കാം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? മാനുഷികമായി നോക്കുമ്പോൾ ഒരു ശബ്ദവും ഒരു പ്രതികരണവും ഇല്ലാതെ നിന്ന് ഒരാൾ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല, ഉടനെ ആ സംസാരം നിന്നു പോകും. എന്നാൽ ഞാനിപ്പോൾ വീണ്ടും വീണ്ടും ഒരു ശബ്ദം കേൾക്കാതെ, ശാരീരികമായി മാനുഷികമായി യാതൊരു ശബ്ദവും കേൾക്കാതെ വീണ്ടും വീണ്ടും ഞാൻ സംസാരിക്കാനുള്ള കാരണം ആത്മാവിൽ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്റെ മുന്നിലുണ്ടെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഈ വാക്കുകൾ കേൾക്കുവാൻ ദാഹത്തോടെ, വിശപ്പോടെ കാത്തിരിക്കുന്ന ചിലർ എന്റെ മുന്നിൽ ഇരിപ്പുണ്ടെന്ന് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്റെ ആത്മാവിൽ അറിയുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇതുപോലെ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ജഡത്തിലെ പ്രാർത്ഥനയല്ല, ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ, അതായത് അന്യഭാഷയിൽ നീ അല്പനേരം ദൈവസന്നിധിയിൽ അന്യഭാഷയിൽ നീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നിനക്കത് ആത്മാവിൽ മനസ്സിലാകുവാനായിട്ട് കഴിയും. അന്യഭാഷ നീ സംസാരിക്കും തോറും നിന്നിലൊരു ശക്തി ആ സമയത്ത് നിറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. വ്യക്തമായ ഒരു ഉറപ്പും ധൈര്യവുമായിട്ടായിരിക്കും പ്രാർത്ഥനയിൽ നിന്ന് നീ എഴുന്നേറ്റ് കടന്നു വരുന്നത്. ഏത് പ്രതിസന്ധികളെയും ചാട്ടി കടക്കുവാൻ ആ പ്രാർത്ഥനയിൽ കൂടെ കിട്ടിയ ശക്തി മതിയായതാണ്. ആ പ്രാർത്ഥനയിൽ കൂട്ടി കിട്ടിയ വിശ്വാസം നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ചാട്ടിക്കടക്കുവാനുള്ള വിശ്വാസം അവിടെ നിന്ന് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ സാധ്യതയാണ്. ഇന്ന് രാവിലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ ആരംഭിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ജയത്തിന്റെ ദിവസമാക്കി തീർക്കും. ഹല്ലേലൂയ. ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കൊള്ളുക, ഈ യേശു പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് ഈ ശിഷ്യന്മാർ അക്കരയ്ക്ക് യാത്ര പുറപ്പെട്ടത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും നിങ്ങളും ഇന്ന് ഒരു കർത്താവ് പറഞ്ഞിട്ടാണ് നിങ്ങളൊരു ചുവടുകൾ വെക്കുന്നുവെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഒരു യാത്രയ്ക്ക് നീ പുറപ്പെട്ടുവെങ്കിൽ,
മറന്നു പോകരുത്. യേശു പറഞ്ഞിട്ടാണ്, പരിശുദ്ധമ പറഞ്ഞിട്ടാണ് നീ ചുവടുകൾ വെച്ചുവെങ്കിൽ അതിനകത്ത് കടന്നു വരുന്ന സകല പ്രതിസന്ധികളും, അതിനകത്ത് കടന്നു വരുന്ന സകല നഷ്ടങ്ങളും, അതിൽ കൂടെ കടന്നു വരുന്ന ഏത് വെല്ലുവിളികളായാലും അതിന് മറുപടി തരുവാൻ ഹല്ലേലൂയ വിളിച്ചിറക്കിയ ദൈവം ഇന്ന് രാവിലെ വിശ്വസ്തനാണ്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പുറപ്പാട് 22-ന്റെ 6 വായിക്കുക. അവിടെ ഒരു വ്യക്തമായ ഒരു പ്രമാണം ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ കൊടുത്തതായി കാണുവാൻ കഴിയും. ആ പ്രമാണം ഒന്ന് വായിച്ചേ, ആ നിയമം ഒന്ന് വായിച്ചേ. തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. ഇന്ന് രാവിലെയും ഇതേ വചനം തന്നെയാണ് പുതിയ നിയമ വിശ്വാസികളെ നിങ്ങളുടെ കരുത്തിൽ നൽകിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസ് 10-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും എഴുതിയിരിക്കുന്നു. വായിക്കുക. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഈ ലോകത്തിൽ തന്നെ 2 നിത്യജീവനും വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനം. ഇത് രണ്ടും കർത്താവ് ഉറപ്പു നൽകുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടാണ് നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചുവെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് മുന്നോട്ടൊരു യാത്ര പുറപ്പെട്ടുവെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തുവെങ്കിൽ, ആ തീരുമാനത്തിന്റെ അകത്ത്, ആ യാത്രയ്ക്കകത്ത്, ആ മുന്നോട്ടുള്ള പോക്കിന്റെ അകത്ത് കട്ടത വരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല, പ്രതിസന്ധികൾ വരത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, പോരാട്ടങ്ങൾ കടന്നു വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്തു തന്നെ വന്നാലും ഒരു കാര്യം മറക്കരുത്, കർത്താവ് പറഞ്ഞിട്ടാണോ നീ ഇറങ്ങി തിരിച്ചത്? അങ്ങനെയെങ്കിൽ അതിനകത്ത് വരുന്ന സകല നഷ്ടങ്ങളും അതിന് മറുപടി തരുവാൻ ഇറങ്ങി നിന്റെ വാക്ക് പറഞ്ഞു വിട്ടവൻ ഇന്ന് രാവിലെ വിശ്വസ്തനായിരിക്കണം. അവനത് ചെയ്തു തരും. എന്റെ നാമനിമിത്തം നീ ഇറങ്ങി തിരിച്ചോ, നിനക്ക് കട്ടത വന്നോ, നിനക്ക് നിന്ന വന്നോ, നിനക്ക് നഷ്ടം വന്നോ, ഇതൊക്കെയും മറുപടി തരുവാൻ, അതെല്ലാം പരിഹരിച്ചു തരുവാൻ ഇന്ന് രാവിലെ കർത്താവ് ശക്തനായിട്ട് നിൽക്കുന്നു. അവൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല. ഇന്ന് രാവിലെ തിരിഞ്ഞ് കർത്താവിനോട് ചോദിക്ക, കർത്താവേ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്, നീ പറഞ്ഞിട്ടാണ് ഈ ചുവടെടുത്ത് വെച്ചത്, നീ പറഞ്ഞിട്ടാണ് കർത്താവേ ഈ തീരുമാനങ്ങൾ എടുത്ത് ഞാൻ മുന്നോട്ട് നടന്നു പോയതപ്പാ. എന്റെ ജീവിതത്തിൽ കട്ടതകളൊക്കെ കടന്നു വന്നു, നീ അറിയാതെ അല്ല. ഇന്ന് രാവിലെ മറക്കരുത്, ആ കട്ടതകൾക്കെല്ലാം ആ തിന്മയായതിനെ നന്മയാക്കുവാൻ, ആ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുവാൻ, നിനക്ക് നഷ്ടമായത് എന്താണ് അത് മടക്കി തരുവാൻ, പ്രതികൂലങ്ങളെ ശാസിച്ചു മാറ്റുവാൻ ഇറക്കി വിട്ട ദൈവം ഇന്ന് രാവിലെ ശക്തനായിട്ട് നിൽക്കുന്നു. തീ കത്തിച്ചവൻ പകരം കൊടുക്കണമെന്ന് നിയമമാണെങ്കിൽ ഇന്ന് രാവിലെ ആ നിയമം എഴുതി തന്ന കർത്താവ് ഇന്ന് രാവിലെ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല. ഏത് കാറ്റായിരിക്കട്ടെ, ഏത് പ്രതികൂലമായിക്കട്ടെ, ഏത് പ്രതിസന്ധികളായിക്കട്ടെ, അതിന് നടുവിൽ നിന്നുകൊണ്ട് നിനക്ക് നാമൻ മറുപടി തരുവാൻ, നിന്നെ ജയത്തിലേക്ക് നടത്തുവാൻ ഇന്ന് രാവിലെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനായിട്ട് നിൽക്കുന്നു. ചിലപ്പോൾ പ്രതിസന്ധികളുടെ നടുവില്, കട്ടതയുടെ നടുവില് നിന്റെ കൂടെ നിൽക്കുന്ന അനേകർ നിന്നെ വിട്ടിട്ട് ഓടും. ഓ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരൊക്കെയും കട്ടതയുടെ, വേദനകളുടെ, ഏകാന്തതയുടെ സമയത്ത് നിന്നെ വിട്ട് ഓടിപ്പോകും. എന്നാൽ വാക്ക് പറഞ്ഞവൻ ഒരുവനുണ്ട്, വാക്ക് മാറാത്തവൻ ഒരുവനുണ്ട്, മാറ്റമില്ലാത്ത ഒരുവനുണ്ട്, മാറിപ്പോകാത്ത ഒരുവനുണ്ട്. അവൻ യേശുവാണ്. ആ യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, ഇന്ന് രാവിലെ ആ യേശു പറയുന്നു, ധൈര്യപ്പെടുവീൻ, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അവിടെ നോക്കുക, 24-ാം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ 24-ാം വാക്യം ഒന്ന് വായിക്കുക. മത്തായി 14-ന്റെ 24-ാം കടന്നു വരിക. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു.
ഇപ്പോൾ യേശു പറഞ്ഞിട്ടാണ് അവർ ഈ യാത്ര പുറപ്പെട്ടത്. ആ യാത്രയ്ക്കകത്തിതാ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നു. യേശു ഇവരെ പറഞ്ഞു വിടുമ്പോൾ യേശു പറഞ്ഞില്ല നിങ്ങൾക്ക് പോകുന്ന വഴിയിലെല്ലാം ശുഭമായിരിക്കും, പ്രതികൂലങ്ങളൊന്നും കടന്നു വരത്തില്ല എന്നൊന്നും യേശു പറഞ്ഞില്ല. എന്നാൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു. നീ രക്ഷിക്കപ്പെട്ടായി, നീ സ്നാനപ്പെട്ടു, നീ എതിരായിട്ട് ഇറങ്ങി തിരിച്ചുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ചില പ്രതികൂലങ്ങളുടെ നടുവില് ഇന്ന് രാവിലെ നീ നിൽക്കുന്നു. ഹല്ലേലൂയ. പഠനത്തിനെതിരായിരിക്കാം, ജോലിക്കെതിരായിരിക്കാം, നിന്റെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്, ശരീരത്തിന്റെ ആരോഗ്യത്തിനെതിരായുള്ള രോഗങ്ങളായിരിക്കാം, ചില വെല്ലുവിളികളുടെ മുമ്പിൽ ഇന്ന് രാവിലെ നിങ്ങൾ നിൽക്കുന്നു. ഇന്ന് രാവിലെ മറന്നു പോകരുത്, പല രീതിയുടെ പ്രതികൂലങ്ങളുടെ നടുവില് ഇന്ന് രാവിലെ നീ നിൽക്കുന്നുവെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്. നീ ഇറങ്ങി തിരിച്ച വഴി കർത്താവ് പറഞ്ഞ വഴി തന്നെയാണോ? കർത്താവ് പറഞ്ഞ പോലെ തന്നെയാണോ നീ ചുവടുകൾ വെച്ചുവെങ്കിൽ ഇന്ന് രാവിലെ ധൈര്യമായിരിക്കെ. നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ എന്റെ കൂടെ ഒരുവൻ ഉണ്ടെന്നുള്ള കാര്യം വീണ്ടും ഞാൻ കർത്താവിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് പറഞ്ഞിട്ടാണോ നീ ചുവടുകൾ വെച്ചത്? കർത്താവ് പറഞ്ഞിട്ടാണോ ഈ തീരുമാനം എടുത്തത്? കർത്താവ് പറഞ്ഞിട്ടാണോ ഇന്ന് വെറുക്കാലം നീ ചില ചുവടുകൾ വെച്ച് ചില യാത്രയ്ക്കായിട്ട് മുന്നോട്ട് ഒരുങ്ങിയത്? ഇന്ന് രാവിലെ ഹല്ലേലൂയ, നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പ്രതികൂലം ആഞ്ഞടിക്കുമെന്ന്, ഈ കട്ടത കടന്നു വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, നീ അയക്കുന്നതിന് മുമ്പേ അയച്ചവൻ അറിയാം. നിന്റെ വഴി യാത്രയിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ടെന്ന് നിനക്കറിയത്തില്ല, പക്ഷേ അയച്ചവന് നല്ലവണ്ണം അറിയാമെന്നുള്ള കാര്യം ഇന്ന് രാവിലെ മറന്നു പോകരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കേ. ഒന്നാം യാമം, രണ്ടാം യാമം, മൂന്നാം യാമം, അങ്ങനെ 3 യാമങ്ങളിൽ കൂടെ ഈ ശിഷ്യന്മാർ കടന്നുപോയി, പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയി. ഇന്ന് രാവിലെയും ഒന്നാം യാമം, രണ്ടാം യാമം, മൂന്നാം യാമം പോലെ ചില പ്രതിസന്ധികൾ കൂടെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഒരുപാട് നീ പ്രാർത്ഥിച്ചു, ഒരുപാട് നീ ഉപസിച്ചു, നിലവിളിച്ചു, യാതൊരു മറുപടിയും കിട്ടിയില്ല. വിഷയങ്ങൾ ഒന്നും കൂടെ രൂക്ഷമാകുന്നതല്ലാതെ, രോഗം ഒന്നും കൂടെ വഷളാകുന്നതല്ലാതെ, അതിനകത്ത് യാതൊരു മറുപടിയുമില്ലാതെ ഇന്ന് രാവിലെ നീ ക്ഷീണിച്ച് ഭയന്നിരിക്കുന്നുവെങ്കിൽ മടന്നു പോകരുത്. ഒരു 4ാം യാമമുണ്ട്. കർത്താവിനറിയാം ഈ 4ാം യാമമാകുമ്പോൾ നീ ക്ഷീണിതനായി മാറുമെന്ന് എന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം. കാരണം രോഗം ഒന്നും കൂടെ വഷളാകുന്നു, പ്രശ്നങ്ങൾ ഒന്നും കൂടെ പ്രതികൂലമായി മാറുന്നു. ഹല്ലേലൂയ. ആ 4ാം യാമത്തിൽ ചിലപ്പോൾ വലിയ വിശ്വാസമൊക്കെ ഉണ്ടാകുന്നു പറഞ്ഞവരായാലും ചിലപ്പോൾ നീ പതറിപ്പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ പതറിപ്പോകുന്ന നിന്റെ കാലുകളെ അവൻ കാണുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലെ ക്ഷീണാവസ്ഥകളെ കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാവിലെ അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ഇന്ന് രാവിലെ മറന്നു പോകരുത്. 4ാം യാമത്തില് നീ തളർന്ന് ക്ഷീണിതനായി, കർത്താവേ എനിക്ക് വയ്യ, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഈ പ്രതിസന്ധിയെ എനിക്ക് ചാടിക്കടക്കാൻ കഴിയത്തില്ല, കർത്താവ് ഈ രോഗത്ത് എനിക്ക് ജയിച്ചു കയറാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് ക്ഷീണിതാവസ്ഥയിൽ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് കർത്താവിന് രാവിലെ വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം പതറിക്കൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നീ എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് കർത്താവ് വ്യക്തമായി അറിയാം. എന്നാൽ അവിടെയും 4ാം യാമത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന സഹോദരി, നിന്നെ താങ്ങുന്ന ഒരു കരമിതാ നിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നുണ്ട്. മറന്നു പോകരുത്. നീ ഒറ്റയ്ക്ക് നിന്നെ വിട്ടിട്ട് ദൂരെ പോകുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ നിന്റെ അവസ്ഥകളെ കാണുന്നവനായ ഒരു കർത്താവ്, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ ഇന്ന് രാവിലെ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. 1ാം യാമോ, 2ാം യാമോ, 3ാം യാമോ ഒക്കെ ആയപ്പോൾ ഒരു കൂടെ ഇരുന്നവരെല്ലാം നിന്നെ വിട്ടിട്ട് ഓടിപ്പോയി കാണും. നീ ഇന്ന് ഏകയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്ക. ഹല്ലേലൂയ. 25ാം വാക്യത്തിലേക്ക് കടന്നു വരിക. 25ാം വാക്യം ഒന്ന് വായിക്കുക. രാത്രിയിലെ 4ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ആമേൻ. 4ാം യാമത്തിൽ യേശു അവിടെ അടുക്കലേക്ക് നടന്നു കടന്നു വന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ തീയുടെ ശോധന നടുവിലായിരിക്കാം, അഗ്നിശോധനയുടെ നടുവിലായിരിക്കാം,
കാരാഗൃഹത്തിന് നടുവിലായിരിക്കാം. കടലിന്മേൽ നടന്ന് അവിടിലേക്ക് അടുത്ത് കടന്നു വരുന്ന യേശു ഇന്ന് രാവിലെ നിന്റെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ ഇന്ന് രാവിലെ ഇതാ നിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നുണ്ട്. ഹല്ലേലൂയ. സകല വാതിലുകളും കൊട്ടി അടച്ചു കാണും. ഇനി രക്ഷയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു കാണും. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ വിധികളൊക്കെ നിന്റെ മുന്നിൽ ഇതാ കടന്നു വന്ന് കാണും. ഹല്ലേലൂയ. ഒറ്റ മനുഷ്യനും സഹായിപ്പാൻ നിന്റെ കൂടെ ഇല്ലാത്തൊരവസ്ഥ. നാലാം യാമം. ഹല്ലേലൂയ. എല്ലാ പ്രതീക്ഷയും അടഞ്ഞു പോയപ്പോൾ ഇതാ ഒരു പ്രതീക്ഷയുമായി, ഒരു പ്രത്യാശയുമായി, ഒരു ഹോപ്പുമായി ഇതാ വിളിച്ചിറക്കിയ കർത്താവ് നിന്റെ അടുക്കലേക്ക് നടന്നു വരികയാണ്. നീ വിചാരിച്ച വഴിയിൽ കൂടി ആയിരിക്കില്ല യേശു വരുന്നത്. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നീ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വഴിയിൽ കൂടെയാണ് യേശു കടന്നു വരുന്നത്. വെള്ളത്തിൽ കൂടി നടന്നു വരുന്ന യേശു. നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ യേശു ആ വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമെന്ന്? നീ എന്തെങ്കിലും ചിന്തിച്ചോ? സ്വപ്നത്തിൽ പോലും നീ കരുതിയിരുന്നില്ല എന്റെ യേശു ആ വഴിയിൽ കൂടെ കടന്നു വരുമെന്ന്. എന്നാൽ നീ പ്രതീക്ഷിക്കുന്ന വഴിയിൽ കൂടെയല്ല യേശു കടന്നു വരുന്നത്. വെള്ളത്തിൽ കൂടെ നടന്നു വരുന്ന യേശു ലോകത്തിലെ ഒറ്റ വ്യക്തിക്കും അത് ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ എന്റെ യേശു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, കരയെയും കടലിനെയും ഉണ്ടാക്കിയ കർത്താവിതാ നിനക്ക് വേണ്ടി നാലാം യാമത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഏകനായിട്ട് നിൽക്കുന്ന നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന യേശുവിതാ നിന്റെ അടുക്കലേക്ക് നടന്നു വരികയാണ്. ഹല്ലേലൂയ. സകലയാശയും നഷ്ടപ്പെട്ട സമയത്ത് ഹല്ലേലൂയ യേശു നിന്റെ അടുക്കലേക്ക് കടന്നു വരും. അവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ. അതിന്റെ 26-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരിക. 26-ാം വാക്യം വായിക്കുക. നടക്കുന്നത് ഭ്രമിച്ചു, അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ യേശു നിന്നെ രക്ഷിപ്പാൻ ഒരു നന്മയുമായി കടന്നു വരുന്ന സമയമായിരിക്കാം. ചിലപ്പോൾ ആ നന്മയെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി കാണുവാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വരേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മകളായിരിക്കും കയറി വരുന്നത്. ചിലപ്പോൾ നഷ്ടങ്ങളായി കടന്നു വരുന്നത്. കർത്താവേ, ഒന്നാമത് ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, അതിന്റെ മേൽ ഒന്നും കൂടെ കഷ്ടം. ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കും, തിന്മകളായിരിക്കും കയറി വരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഭയപ്പെടരുത്. ആ തിന്മയുണ്ടല്ലോ, ആ നഷ്ടമുണ്ടല്ലോ, ലാഭമാക്കി മാറ്റുവാൻ, ആ തിന്മയെ നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അനേക സന്ദർഭങ്ങളിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിലെല്ലാം തിന്മകൾ കയറി വരുന്നതുണ്ട്, കഷ്ടങ്ങൾ കയറി വരുന്ന സമയങ്ങളുണ്ട്, നഷ്ടങ്ങൾ കയറി വരുന്ന സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോൾ കർത്താവേ, എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങൾ, ഈ തിന്മകൾ ഇങ്ങനെ ഇരച്ചു കയറി വരുന്നത്? എന്നാൽ ആ സമയത്തും ഹല്ലേലൂയ കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മൗനമായിട്ടിരിക്കെ, മൗനമായിട്ടിരിക്കെ, ശാന്തമായിട്ടിരിക്കെ. ഇപ്പോ നീ കാണുന്ന നഷ്ടമുണ്ടല്ലോ, അതിനെ ഞാൻ ലാഭമാക്കി തരാം. ഈ തിന്മയെ ഞാൻ നന്മയാക്കി മാറ്റിത്തരാം. എന്നാൽ അതിന്റെ സമയത്ത് നമ്മൾ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്തുകൊണ്ട് കർത്താവിനെ കൈവിട്ടു, തിന്മയെ തിന്മ, കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിച്ചാൽ ദൈവം ഒരിക്കലും അവിടെ പ്രവർത്തിക്കത്തില്ല. ശത്രു ജയിച്ചു കയറത്തേ ഉള്ളൂ. എന്നാൽ ആ സമയത്ത് നീ ഒരു കാര്യം മറക്കരുത്. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്, കർത്താവ് പറഞ്ഞിട്ടാണ് ഈ സ്റ്റെപ്പ് എടുത്തു വെച്ചത്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് വരുന്ന നഷ്ടം, ഇതിനകത്ത് വരുന്ന തിന്മയുടെ നടുവിൽ നീ ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ കഴിയുമോ? കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും വന്നിട്ടില്ല. ഈ കഷ്ടത്തെ, ഈ നഷ്ടത്തെ ലാഭമാക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടെ നീ മൗനമായി ഒരു ശാന്തമായിട്ടൊന്ന് ഇരിക്കുവാൻ ഇന്ന് രാവിലെ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഒരല്പ ദിവസം കഴിയുമ്പോൾ ഈ കഷ്ടത്തെ, ഈ നഷ്ടത്തെ മുഴുവനും ലാഭമാക്കി മാറ്റി തരുന്ന ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഇവിടെയും നോക്കൂ, അവർ ഭൂതമാണെന്ന് പറഞ്ഞുകൊണ്ട്
അവർ ഭയപ്പെട്ടു, നിലവിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ചിലത് കണ്ട് നിലവിളിക്കുന്നുണ്ട്, ഈ ചിലത് കണ്ട് ഇന്ന് രാവിലെ ഭയപ്പെടുന്നുണ്ട്. ചില രോഗങ്ങൾ കണ്ട് നീ ഭയപ്പെടുന്നുണ്ട്. ചില ഇന്ന് രാവിലെ ഡോക്ടർമാരുടെ വിധികൾ കണ്ട് ഇന്ന് രാവിലെ നീ ഭാരപ്പെട്ടു നിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ വിളിച്ചിറക്കി കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടാണല്ലോ, ഞാൻ നിർബന്ധിച്ചിട്ടാണല്ലോ നീ ഇറങ്ങി തിരിച്ചത്. ഇന്ന് രാവിലെ ധൈര്യപ്പെടുവീ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നാലായാമത്തില് എല്ലാ ഹോപ്പും നഷ്ടമായി, എല്ലാവരും നിന്നെ കൈവിട്ട സ്ഥാനത്തും നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നവന്റെ ആ ശബ്ദം ഇന്ന് രാവിലെ നിന്റെ കാതുകളിൽ ഒന്ന് കേൾക്കട്ടെ. ധൈര്യപ്പെടവേ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞ ആ യേശുവിന്റെ ശബ്ദം ഇന്ന് രാവിലെ നിന്റെ കാതുകളിലും ഇന്ന് രാവിലെ ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസിയെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, യേശുവിന്റെ രക്തത്താൽ പാപത്തുനിന്നും ശാപത്തുനിന്നും രക്ഷിച്ചിറക്കിയ എന്റെ യേശുവിന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് രാവിലെ നിന്റെ കാതുകളിൽ കേൾക്കട്ടെ. നിന്റെ അകത്തടങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നുണ്ട്. ധൈര്യമായിരിക്കെ. നീ ആ ശബ്ദം കേൾക്കാറുണ്ടോ? പലപ്പോഴും കട്ടതയുടെ വേദന നടുവിൽ ഈ ശബ്ദമൊന്നും നമ്മൾ കേൾക്കാറില്ല, തിരിച്ചറിയാറില്ല. നമ്മളെല്ലാം മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. മനുഷ്യൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? അവര് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇവര് പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെന്ത് പറയുന്നു? പ്രവാചകൻ എന്ത് പറയുന്നു? ഇങ്ങനെ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി അനേകർ നടക്കുകയാ. ദൈവമക്കളെ, ഇന്ന് രാവിലെ നീ ശാന്തമായിട്ടൊന്ന് ഇരിക്ക. നിനക്ക് തന്നെ നിന്റെ കാതുകളിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ കഴിയും. നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന വാക്കുകൾ നിനക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഓ, ധൈര്യമായിരിക്ക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പച്ചപ്പുൽ തകിടിൽ കൂടെ നീ നടന്നാലും, ഹല്ലേലൂയ, ഏത് പ്രതിസന്ധിയിൽ കൂടെ നടന്നുപോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ സ്വസ്ഥതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ കൂടെ നടന്നു പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ശബ്ദം നിന്റെ കാതുകൾ കേൾക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് യോടെ സ്തോത്രം. അതിന്റെ 28-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരിക. ആ പ്രതിസന്ധിയുടെ നടുവിൽ പത്രോസ് എന്താണ് ചെയ്തതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. വായിക്കുക. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഇത് വാസ്തവമായി പത്രോസ് ആശ്ചര്യമായി യേശുവിനോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇന്ന് രാവിലെ നിങ്ങളും വായിക്കൊണ്ട് സംസാരിക്കണം. എന്ത്? ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ഈ രോഗത്തിന്റെ നടുവിൽ നീയും സംസാരിക്കണം. കർത്താവേ, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവേ, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ നീയാണ് ധൈര്യപ്പെടുക എന്ന് പറഞ്ഞുവെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു. ഈ പ്രതിസന്ധികളിൽ കൂടെ നടന്ന് പോകുവാൻ നീ എന്നെ ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ അഗ്നി ശോധനകളുടെ നടുവിൽ കൂടെ നടന്ന് അപ്പോഴത്തോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാം. ഡോക്ടർമാർ വിധി എഴുതി ഇനി ഈ രോഗം സൗഖ്യമാകത്തില്ല, ഇനി ഈ വ്യക്തി ജീവിച്ചിരിക്കത്തില്ല, എത്ര ദിവസത്തിനകം മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവേ, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കിതിൽ കൂടെ മരണത്തിമേ ജയിച്ചു കയറിയ ആ യേശുവിന്റെ നാമത്തിൽ എനിക്ക് വീണ്ടും മുന്നോട്ട് നടന്നു പോകാൻ കഴിയും. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നീ പറയുകയാണെങ്കിൽ യേശുവിനോട് ഈ പത്രോസ് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. പലപ്പോഴും ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുന്നത്, നീ പരിശുദ്ധാത്മാവോട് സംസാരിക്കാറുണ്ടോ? നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായി ഒരു വലിയ ബന്ധം ഇന്ന് രാവിലെ നിനക്കുണ്ടോ? റോഡിൽ കൂടെ നടക്കുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ, അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ നിന്റെ കൂടെ തുണയായി എന്റെ കർത്താവ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നീ സംസാരിക്കാറുണ്ടോ? ഹല്ലേലൂയ. ആത്മാവിനോട് നീ സംസാരിക്കാറുള്ള വ്യക്തിയാണെങ്കിൽ ഈ
പ്രതിസന്ധികളുടെ നടുവിലും ആത്മാവിന്റെ ശബ്ദം നിനക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എന്നാൽ ഈ പരിശുദ്ധമാവുമായി സംസാരിക്കാത്ത വ്യക്തികൾക്ക് ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയത്തില്ല. പഴയ നിയമത്തില് ഹല്ലേലൂയ ഒരു വചനമുണ്ട്. അബ്രഹാം ലോത്തിനെ പിരിഞ്ഞതിന് ശേഷം ദൈവം അവനോട് വീണ്ടും സംസാരിച്ചു. അപ്പോൾ ഇടക്കാലങ്ങളിൽ ദൈവം ഈ അബ്രഹാമിനോട് സംസാരിച്ചില്ല. കാരണം ലോത്തുമായി കൂട്ടുകെട്ട് നടക്കുന്ന അബ്രഹാമിനോട് ദൈവം സംസാരിച്ചില്ല. എന്നാൽ ലോത്തിനെ പിരിഞ്ഞതിന് ശേഷം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ചില സമയങ്ങളിൽ നമ്മൾ ചിലതൊക്കെ വിട്ട് കളഞ്ഞെങ്കിലേ പരിശുദ്ധ നമ്മോട് ഇടപെടാറുള്ളൂ. കാരണം പരിശുദ്ധ പറഞ്ഞു അത് നീക്കിക്കളക, അത് വിട്ട് കളക എന്നൊക്കെ പറഞ്ഞത് അത് എടുത്തു മാറ്റാതെ വിട്ട് കളയാതെ ദൈവത്തിനകത്ത് നമ്മോട് സംസാരിക്കത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധ പറഞ്ഞ പോലെ കേട്ടനുസരിച്ച് ആത്മാവുമായി സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിനാത്മാവ് സംസാരിക്കും. ധൈര്യമായിരിക്കെ. ചിലപ്പോൾ ഒറ്റ വ്യക്തി നിന്റെ അടുക്കൽ കടന്നു വരുവാൻ കഴിയത്തില്ല. ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കാം, ഏകനായിട്ട് അവിടെ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. ഡോക്ടർമാർ മാത്രമേ അവിടെ ചിലപ്പോൾ കാണുകയുള്ളൂ. ഭർത്താവോ ഭാര്യയോ ധൈര്യപ്പെടുത്താൻ ആരും നിന്റെ കൂടെ കാണുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. മരണം താഴ്വരയിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. അങ്ങനെ എങ്കിൽ ആ താഴ്വരയുടെ നടുവിലും നിന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് ദോഷമായിട്ടൊന്നും ഭരത്തില്ല. ഹല്ലേലൂയ എന്ന് സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം കേൾക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് രാവിലെ കേൾക്കണമോ? ആത്മാവിനോട് നീ സംസാരിക്കാൻ തുടങ്ങ്. ഇപ്പോൾ തന്നെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങ്. നിന്റെ മുന്നിൽ നിൽക്കുന്ന ആ വെല്ലുവിളികളുടെ നടുവിൽ കൂടെ പരിശുദ്ധാത്മാവേ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ കരം പിടിച്ച് അതിൽ നടുവിൽ കൂടെ എന്നെ ആമേ നടത്തണമേ. നീ എന്റെ കൂടെ നടത്തണമേ. എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. എല്ലാവരും പറഞ്ഞു ഒരാഴ്ചക്കകം നീ മരിച്ചു പോകും, ഒരു ദിവസത്തിനകം നീ മരിച്ചു പോകും. എന്നാൽ ആത്മാവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് ഇനിയും ചില വാർത്തത്വങ്ങൾ കണ്ണുകൊണ്ട് കാണുവാനുണ്ട്. ചില വാർത്തത്വങ്ങൾ ഇനിയും നിറവേറാനുണ്ട്. എന്റെ തലമുറകളുടെ നന്മകൾ എനിക്ക് ഇനിയും കാണുവാനായിട്ടുണ്ട്. ആകയാൽ പരിശുദ്ധാത്മാവേ ഈ ഡോക്ടർമാരുടെ വിധികളെ തിരുത്തിക്കൊണ്ട് എന്നെ വീണ്ടും നടത്തുവാൻ എന്റെ ആത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവേ എന്നെ നടത്തിയാട്ട്, എന്നെ കരം പിടിച്ച് നടത്തിയാട്ട്. എന്നെ നീ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങ്. ഇപ്പോൾ ഇതാ യേശുവിനടുക്ക് മായ യേശുവിനോട് ഇതാ പത്രോസ് പറയുന്നു, യേശുവേ നീയാണെങ്കിൽ എന്നെ ഇതാ ആ വെള്ളത്തിൽ കൂടെ നടന്ന് നിന്റെ അടുക്കിലേക്ക് വരുവാൻ നീ ഒന്ന് കൽപ്പിക്കണമേ. ഇത് നോക്കുക, രണ്ടാമത്തെ അത്ഭുതമാണ്. ഒന്നാമത്തെ അത്ഭുതം എന്താണ്? യേശു വെള്ളത്തിൽ കൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നു. രണ്ടാമതിതാ യേശു വീണ്ടും പറയുന്നു ഹല്ലേലൂയ. രണ്ടാമത്തെ അത്ഭുതമാണ് 29 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വായിക്കുക 29 വാക്യം. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. രണ്ടാമത്തെ അത്ഭുതം. പത്രോസ് വെള്ളത്തിൽ കൂടെ നടന്നു നടന്നു നടന്നു. ഇന്ന് രാവിലെയും പരിശുദ്ധമാവ് നിന്നെ ഈ അഗ്നിശോധനയുടെ നടുവിൽ കൂടെ നടത്തിക്കൊണ്ടുപോകാൻ പോകുകയാണ്. വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്ന അനുഭവം, തീയിൽ കൂടെ നടന്നു പോകുന്ന അനുഭവം, നാളെ നീ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ തന്നെ നടന്നു പോകുന്ന സംഭവം, നിന്റെ തലമുറകൾ നശിച്ചു പോയി എന്ന് മറ്റുള്ളവർ വിധിച്ചതിന്റെ നടുവിലും നിന്നെ ധൈര്യത്തോടെ നടത്തുന്ന എന്റെ കർത്താവ്. അനേകർ നോക്കി, ഓ ഇതോടെ ഇവൻ തകർന്നു പോകും, ഇവൾ ഇനി എഴുന്നേൽക്കത്തില്ല, ഈ കുടുംബം നശിച്ചു പോയി എന്ന് വിധി എഴുതിയതിന്റെ നടുവിലും നിന്റെ ജീവനുള്ളവരുടെ ദേശത്ത് നിന്നെ ജീവനുള്ളവനായി സാക്ഷ്യമുള്ളവനായി വീണ്ടും നടത്തുന്ന ഒരു കർത്താവിതാ നിന്നെ നടത്തുവാൻ പോകുകയാണ്. ഇന്ന് രാവിലെ നീ നിൽക്കുന്നത് അഗ്നിശോധനയുടെ നടുവിലായിരിക്കും, തീയുടെ നടുവിലായിരിക്കും. നിനക്ക് തന്നെ അറിയാം, ലോകത്തിലെ ഒറ്റ വ്യക്തിക്ക് ഈ ശോധന കൂടെ ഇങ്ങനെ നടക്കുവാൻ കഴിയത്തില്ല. എന്നാൽ എന്നെ എന്റെ പരിശുദ്ധമാവ് ഇതാ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓ തിങ്കളാഴ്ച കാണത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. ഇന്ന് തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ഇതാ ബുധനാഴ്ചയായി. അതെ, നീ ഇന്ന് രാവിലെ അത്ഭുതങ്ങൾ കൂടെ നടന്നു പോകുകയാണ്. അനേക ഡോക്ടർമാരുടെ വിധി വന്നതാണ്. എത്രയെത്ര ആക്സിഡന്റിൽ കൂടെ നീ കടന്നുപോയതാണ്. ഓ ഇനി
ജീവിക്കത്തില്ലെന്ന് നിന്റെ മേൽ വിധി എഴുതിയതാണ്. നിയമങ്ങൾ നിന്റെ മേൽ വീണതാണ്. എന്നാൽ ഇന്ന് പൽക്കാലം തിരിഞ്ഞു നോക്ക്. ഇന്ന് രാവിലെ ജീവനുടെ ദേശത്ത് ജീവനായി നിന്നുകൊണ്ട് കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ നടത്തുമാറാക്കിയവൻ ആര്? എന്റെ യേശു അല്ലാതെ വേറെ ആര്? പരിശുദ്ധാത്മാവല്ലാതെ വേറെ ആര്? ഇന്ന് ഈ പരിശുദ്ധാത്മാവ് തന്നെ നിന്നെ അത്ഭുതങ്ങൾ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ നടക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. നിന്റെ കംപ്ലീറ്റ് ശ്രദ്ധ പരിശുദ്ധാത്മാവിൽ തന്നെയായിരിക്കണം, യേശുവിൽ തന്നെയായിരിക്കണം. അവൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ തന്നെ ആയിരിക്കണമെന്ന് കർത്താവ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഈ സമയത്താണ് ശത്രു ആവോളം കടന്നു വന്ന് പ്രവർത്തിക്കുന്നത്. നിന്റെ ശ്രദ്ധ പരിശുദ്ധാത്മാവിൽ നിന്ന് മാറ്റിമറിക്കുവാൻ, യേശുവിൽ നിന്ന് മാറ്റിമറിക്കുവാൻ പിശാച് പല മനുഷ്യരെ നിന്റെ അടുക്കലേക്ക് അയക്കും. ഹല്ലേലൂയ. പലരും കടന്നു വന്ന് നിന്റെ അടുക്കൽ വന്ന് പറയും, ഹല്ലേലൂയ, എന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ക്യാൻസർ രോഗം, അവനും സൗഖ്യമായതാ, എന്നാൽ പിന്നെ ക്യാൻസർ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഉള്ള ദുഃഖ സംസാരങ്ങളുമായി നിന്റെ കാതുകളിൽ അനേകർ കടന്നു വന്ന് പറയും. ഹല്ലേലൂയ. പലരും നിന്റെ കാതുകളിൽ വന്ന് നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ പരിഹസിക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന രീതിയിൽ വാക്കുകളുമായി കടന്നു വരും. ഹല്ലേലൂയ. നിന്നെ അനേകർ പരിഹസിക്കാൻ എഴുന്നേക്കും. ഓ, കർത്താവിന് മുമ്പിൽ ഇറങ്ങി തിരിച്ചതാ എന്ന് ഇവിടെ ജീവിതത്തിൽ കട്ടത പ്രതികൂലം ഇതൊക്കെ കേൾക്കുമ്പോൾ, നിന്റെ കാതുകളിൽ കൂടി ശബ്ദം കേൾക്കുമ്പോൾ നീ തളർന്നു പോകും. ഇന്ന് രാവിലെ അതിന് നടുവിൽ നീ എന്തു ചെയ്യണം? കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ, കണ്ടിട്ടും കാണാത്തവനെ പോലെ അവിടെയാണ് നീ കുരുടനായിരിക്കേണ്ടത്, അവിടെയാണ് നീ പൊട്ടനായി ഇരിക്കേണ്ടത്. ചിലപ്പോ നീ ഷണ്ണനായി ഇരിക്കേണ്ടി വരും. അനേകർ ചോദിക്കുമോ യാതൊരു വികാരമില്ലാത്തവനാണെന്ന് അനേകർ നിന്നെ നോക്കി പറയേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയും നിന്റെ ശ്രദ്ധ പരിശുദ്ധമാവിൽ തന്നെ ആയിരിക്കട്ടെ, വാഗ്ദത്തങ്ങൾ തന്നെ ആയിരിക്കട്ടെ. നീ അല്പം ആ വാഗ്ദത്തങ്ങളിൽ നിന്ന് ഈ പ്രതികൂലങ്ങളുടെ ശബ്ദങ്ങളിലേക്ക് നീ പോയാൽ നീ ആ പ്രതിസന്ധികൾ നീ വീഴുവാനായി തുടങ്ങും. ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധ ബുദ്ധി ഉപദേശിച്ചു തരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്റെ കാതുകൾക്ക് ഒരു കാവൽ ചെയ്തു കൊള്ളണം, നിന്റെ നാവിനൊരു കാവൽ ചെയ്തു കൊള്ളണം. ഹല്ലേലൂയ. നിന്നെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകൾ വരുമ്പോൾ, പരിഹസിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും കാൽവറി കുരിശിലേക്ക് നോക്കുക. ഹല്ലേലൂയ. വേദനയുടെ മേൽ വേദനയുമായി കാൽവറി കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഹല്ലേലൂയ കാതുകളിൽ കൂടെ കേൾക്കുന്നത് പരിഹാസങ്ങളായിരുന്നു. ഇറങ്ങി വാ, ജീവനുള്ള നാള്, ജീവിച്ചിരിക്കുന്ന നാളിൽ നീ അനേക രോഗികളെ സൗഖ്യമാക്കിയല്ലേ, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവരല്ലേ, നിന്നെ തന്നെ സ്വയം രക്ഷിക്കാൻ കഴിയാത്തതെന്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസങ്ങൾ. എന്നാൽ കാൽവരി കുരിശിലേക്ക് നോക്കൂ, യേശു മൗനമായിരുന്നു, അതിനൊന്നും മറുപടി കൊടുക്കുവാനായിട്ട് പോയില്ല. ഇന്ന് രാവിലെയും തിരുവചനം കേൾക്കുന്ന ദൈവമക്കളെ, പരിഹാസം നടുവിൽ ആ സമയത്ത് നീ മറുപടി കൊടുക്കുവാൻ പോകരുത്. ഹല്ലേലൂയ. കാതുകൾക്ക് ഇന്ന് ഒരു കാവൽ ചെയ്ത് നീ മൗനമായിരിക്കുക. കാരണം നീ അത്ഭുതത്തിൽ കൂടെ നടന്നു പോകുകയാണ്. നീ അക്കരയ്ക്ക് കടക്കാനുള്ളവനാണ്. ഈ പ്രതിസന്ധികളെ നീ തരണം ചെയ്ത് പുറത്തിറങ്ങണം, ഈ രോഗത്തിൽ നിന്ന് പുറത്തിറങ്ങണം. അതുകൊണ്ട് ഇപ്പോൾ അവിശ്വാസം പറയരുത്, അവിശ്വാസത്തിന്റെ വാക്കുകൾ നീ ഉച്ചരിക്കരുത്. ഹല്ലേലൂയ. എന്നാൽ ചില സമയങ്ങളിൽ പത്രോസിന് വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പത്രോസ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പത്രോസിന്റെ ശ്രദ്ധ യേശുവിൽ നിന്നൊന്ന് പതറി. ആമൻ തിരമാലകളിലേക്ക്, ആ പ്രതികൂലങ്ങളിലേക്ക് അവന്റെ ശ്രദ്ധയൊന്ന് മാറി. ഇന്ന് രാവിലെയും ചിലർ കർത്താവിൽ നിന്ന് ശ്രദ്ധ മാറി മനുഷ്യരിലേക്ക്, പ്രതിസന്ധികളിലേക്ക് നോക്കുമ്പോൾ നീ അറിയാതൊരു നിലവിളി ഇന്ന് രാവിലെ നിന്റെ വായിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലവിളിക്ക് കാരണമെന്ത്? കർത്താവിന്റെ ശ്രദ്ധ മാറിയത് കൊണ്ടാണ് ഇന്ന് രാവിലെ നീ നിലവിളിക്കുന്നത്, തളർന്നിരിക്കുന്നത്.
എന്നാൽ ഒരു കാര്യം മറക്കരുത്, നിന്റെ അവസ്ഥ കർത്താവിന് അപ്പോഴും അറിയാം. നീ ബലഹീനയാണെന്ന് കർത്താവിന് അറിയാം. നിന്റെ വിശ്വാസം പതറിപ്പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. നീ വിശ്വാസമുണ്ട്, കഴിഞ്ഞ ദിവസം നീ ധൈര്യശാലിയായിട്ട് നിന്നതാ. എന്നാൽ ഇപ്പോൾ ചില വിഷയത്തിനു മുമ്പിൽ നീ തളർന്ന്, വിഷയത്തിനു മുമ്പിൽ നീ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് കർത്താവിനറിയാം. നിന്റെ അവസ്ഥയെ ഉള്ളതുപോലെ അറിയുന്ന ഒരുവനുണ്ട്. എന്നാൽ അവിടെയും വെള്ളത്തിൽ നിന്നുകൊണ്ട്, പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് കരം നീട്ടി നിന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരുവനിതാ നിന്റെ അടുക്ക നിൽക്കുന്നു. മൂന്നാമത്തെ അത്ഭുതം അവിടെ നടക്കുകയാണ്. വെള്ളത്തിൽ തന്നെ നിന്നുകൊണ്ട് യേശു പത്രോസിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഇന്ന് രാവിലെ മനുഷ്യ ശബ്ദം കേട്ട് ചില പ്രതിസന്ധികളെ കണ്ട് ഇന്ന് രാവിലെ നീ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് കർത്താവ് കാണുന്നു. കർത്താവ് ഇന്ന് രാവിലെ ചോദിക്കുന്നു, നിന്റെ ശ്രദ്ധ എന്നിൽ നിന്ന് മാറിയതെന്ത്? ഇന്ന് രാവിലെ നീ രോഗത്തിലേക്ക് നോക്കുന്നത് എന്ത്? വിധികളിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? പ്രതിസന്ധികളിലേക്ക്, തലമുറകളിലേക്ക് നീ നോക്കി നിൽക്കുന്നത് എന്ത്? അതുകൊണ്ടാണ് നീ മുങ്ങുന്നത്. നിനക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല. നീ തളർന്ന് ക്ഷീണതാവസ്ഥയിലേക്ക് നീ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് കർത്താവിന് രാവിലെ കാണുകയാണ്. ഹല്ലേലൂയ. ഓടിതാ എല്ലാവരും കൈവിട്ടു പോകുമ്പോൾ മുങ്ങി താഴുന്ന നിന്നെ കരം പിടിച്ചു വീണ്ടും ക്രിസ്തുവാകുന്ന പാറമേ ഉറപ്പിച്ചു നിർത്തുന്നവനിതാ നിന്റെ കരത്തിൽ കയറി പിടിക്കുകയാണ്. നീ അവന്റെ കരത്തിൽ പിടിക്കുകയല്ല, അവൻ നിന്റെ കരത്തിൽ പിടിക്കുന്നു. നീ യേശുവിന്റെ കരുത്തിൽ പിടിച്ചാൽ നീ താങ്ങി തളർന്ന് നീ ക്ഷീണാവസ്ഥയില് നിന്റെ കൈകൾ യേശുവിൽ നിന്ന് പതറിപ്പോകും. എന്നാൽ നിന്നെ പിടിച്ചിരിക്കുന്ന കൈ ആര്? ബലമുള്ള ഭുജമാണ്. ബലമുള്ള ഭുജമായ യേശുവിന്റെ കരുത്തിലാണ് രാവിലെ നീ അമർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു പത്രോസിന്റെ കരത്തിൽ കയറി പിടിച്ചു പറയുന്നു, അല്പവിശ്വാസിയെ, ഇന്ന് രാവിലെ നമ്മെ വിളിച്ചു ചോദിക്കുന്നു, ഇന്ന് രാവിലെ നിന്റെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറിപ്പോയേക്കുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിലേക്ക് നിന്റെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക. യേശു നിന്റെ കരത്തിൽ പിടിച്ചിട്ട് പറയുന്നു, എന്റെ മുഖത്തിൽ തന്നെ നോക്ക്, എന്നിലേക്ക് തന്നെ നോക്ക്, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നോക്ക്. ഞാനല്ലയോ നിന്നോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാൻ? അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ ഉപേക്ഷിക്കുമോ? നീ എത്തേണ്ട സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുവാൻ ഞാൻ ശക്തനല്ലയോ? പിന്നെ നീ പ്രതിസന്ധികളുടെ നടുവിൽ നിന്റെ ശ്രദ്ധ എന്നിൽ നിന്ന് മാറിയതെന്ത്? ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങി തിരിച്ചത്? ഇനി രാവിലെ നിന്റെ ശ്രദ്ധ എന്നിൽ നിന്ന് പതറുന്നതെന്ത്? കർത്താവിൽ വിശ്വസിക്കുക, പരിശുദ്ധത്തിൽ വിശ്വസിക്കുക. കർത്താവ് പത്രോസിന്റെ കരത്തിൽ കയറി പിടിച്ചു, പടകിന്റെ അകത്തേക്ക് അവനെ കയറ്റിയിരുത്തി. അതിന്റെ 31, 32 വാക്യം കൂടെ വായിക്കുക. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളത്, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. വായിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിയോട് തന്നെയാണ് കർത്താവ് ഈ രാവിലെ സംസാരിക്കുന്നത്. നീ എന്തിനാ സംശയിക്കുന്നത്? നീ എന്തിനാ പതറുന്നത്? നിന്റെ ശ്രദ്ധ കർത്താവിൽ തന്നെ വയ്ക്കുക. ചുറ്റുപാടിലേക്ക് നീ ശ്രദ്ധ നോക്കരുത്, വെല്ലുവിളികളിലേക്ക് നീ നോക്കരുത്, മനുഷ്യ ശബ്ദത്തിലേക്ക് നീ നോക്കിയ നീ പതറിപ്പോയില്ലേ? നീ കഴിഞ്ഞ ദിവസം നീ പതറി ക്ഷീണിച്ചു പോയില്ലേ? ഇനി മേലിൽ നിന്റെ ശ്രദ്ധ എന്നിലേക്ക് തന്നെ വെച്ചുകൊള്ളുക. യേശു ഇതാ നിന്റെ കരത്തിൽ കയറി പിടിക്കുന്ന ആ ബലമുള്ള ഭുജത്തിൽ ഇന്ന് രാവിലെ അമർന്നിരിക്ക്. അവൻ നിന്നെ എത്തിക്കേണ്ട തുറമുഖത്ത് നിന്ന് രാവിലെ കൊണ്ടെത്തിക്കും. എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് എത്തിക്കും. നിന്നെ എവിടെയാണ് വിളിച്ചിറക്കിയത്, അല്ലെങ്കിൽ എന്ത് സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്, ആ വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാവിലെ പറയുന്നു, ധൈര്യപ്പെടുക, ഞാനാകുന്നു, പേടിക്കണ്ട. ഇന്ന് രാവിലെ ശ്രദ്ധ മുഴുവനും യേശുവിലേക്ക് രാവിലെ കൊണ്ടുവരിക. ഡോക്ടർമാരുടെ വിധികളിലേക്ക് നോക്കി ഹൃദയം കലകി പോകരുത്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ നീ അതിലേക്ക് നോക്കി നിന്റെ ഹൃദയം കലകി പോകരുത്. നിന്റെ ശ്രദ്ധ വിളിച്ചിറക്കിയവന്റെ മുഖത്തേക്ക് തന്നെ നോക്കൂ. അവൻ ചില വാഗ്ദത്തങ്ങൾ നിന്നോട് പറഞ്ഞിട്ടുണ്ട്.
അവൻ പറഞ്ഞിട്ടാണ് നീ ഇറങ്ങി തിരിച്ചത്. വാഗ്ദത്തങ്ങൾ നീ കണ്ണുകൊണ്ട് കാണും, അത് നീ പൂർത്തീകരിക്കും. അത് തലമുറയോടാണോ നിന്നോടാണോ? എന്റെ യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഊവെന്ന് തന്നെയാണ്. അത് നീ കാണും. എന്നാൽ അതിനു മുമ്പ് നിന്റെ ജീവിത പടകിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളും തിരമാലകളും കണ്ട് ഇന്ന് രാവിലെ നീ ഭയപ്പെടരുത്. ഇന്ന് പൽക്കാലം യേശു പറയുന്ന ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട, പേടിക്കണ്ട. ഇന്ന് രാവിലെ ഈ ശബ്ദം ഈ കാതുകളിൽ കൂടെ കാവേരിന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളറകളിലും ഒരു ശബ്ദം കേൾക്കുവാൻ കഴിയും. അത് വേറൊരു ശബ്ദമല്ല, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീണ്ടും പറഞ്ഞില്ലേ, നീ ആ കാതുകളിൽ എന്റെ ശബ്ദം നീ കേട്ടില്ല. ഇതാ വീണ്ടും വീണ്ടും ഇതാ കൺഫർമേഷൻ നിനക്ക് നൽകുന്ന. നീ ധൈര്യപ്പെട്, നീ ധൈര്യപ്പെട്. കഴിഞ്ഞ ദിവസങ്ങള് ഞാൻ നിന്റെ ഹൃദയത്തിൽ നിന്നോട് സംസാരിച്ചതാണ്. നിനക്കത് എന്റെ ശബ്ദമാണോ അല്ലയോ എന്നറിയാതെ, തിരിച്ചറിയാൻ കഴിയാതെ നീ വീണ്ടും പതറിയില്ലേ? ഇപ്പോൾ ഇതാ നിന്റെ കാതുകളിൽ കൂടെ ഇതാ ദൈവശബ്ദം വീണ്ടും നീ കേൾക്കുന്നു. അപ്പോൾ ഒരു കാര്യം നീ ഉറപ്പിച്ചു കൊള്ളണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കേട്ടുകൊണ്ടിരുന്നത് നിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചതാണ്. അതിന്റെ കൺഫർമേഷൻ ആണ് ഇന്ന് രാവിലെ ഇതാ വീണ്ടും നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 സാക്ഷികളാൽ ഏത് കാര്യങ്ങളും ഹല്ലേലൂയ അവൻ ഉറപ്പുവരുത്തുമെങ്കിൽ, 2 ഹല്ലേലൂയ സാക്ഷി വചനങ്ങളാൽ ഏത് കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നുവെങ്കിൽ ഇന്ന് രാവിലെ നീ ഉറച്ചുകൊള്ളണം. യേശു നിന്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. ഇപ്പോൾ പ്രതിസന്ധികളെ നീ തരണം ചെയ്ത് പുറത്തു വരും. കർത്താവ് പറഞ്ഞിട്ടില്ലേ, പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുമുണ്ട്. എങ്ങനെയെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ കൂടെ നീ കടത്തിവിട്ടാൽ, ഹല്ലേലൂയ, ആ പ്രതിസന്ധികൾ കൂടെ കടത്തിവിട്ട നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ട് വരേണ്ട ചുമതല എന്റെ കർത്താവിനാണ്. കർത്താവ് പറഞ്ഞിട്ടാണോ ഇറങ്ങി തിരിച്ചത്? നഷ്ടം വന്നോ, കഷ്ടങ്ങൾ വന്നോ, അതിന് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇറക്കിയത് കർത്താവിനുള്ളതാണ്. ഇന്ന് രാവിലെ മറക്കരുത്, അവൻ അത് തരും. അവൻ തീർച്ചയായിട്ട് തന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം യേശു നിന്നോട് പറയുന്ന പരിശുദ്ധാത്മാവിന് രാവിലെ നിന്നോട് ഇടപെടുന്നു. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ഇതാ അഗ്നിശോധനയിൽ നടുവിൽ കൂടെ നീ നടക്ക, അത്ഭുതങ്ങൾ കൂടെ നീ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്ക്, ഇന്നലത്തെ ചൊവ്വാഴ്ച നീ എങ്ങനെ നടന്നു നിനക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധികൾ കൂടെ കഴിഞ്ഞ ഒരു പകൽക്കാലം നടന്നുവെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് എന്നെ നടത്തി. ഇതാ ബുധനാഴ്ച ഈ ഉച്ചയായ സമയം വരെയും നിന്നെ നടത്തിയവൻ പറയുന്നു, ഈ പ്രതിസന്ധിയിൽ നീ പുറത്തു വരും, ഈ രോഗത്തിൽ നീ പുറത്തു വരും, ഈ വെല്ലുവിളി നീ പുറത്തു വരും. ഹല്ലേലൂയ. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ പറഞ്ഞിട്ടാണ് നീ ഇറങ്ങി തിരിച്ചുവെങ്കിൽ ഇന്ന് രാവിലെ ധൈര്യപ്പെട്. മനുഷ്യരിലേക്ക് നോക്കാതെ, മനുഷ്യ ശബ്ദത്തിലേക്ക് നോക്കി നീ പതറിപ്പോകാതെ, വീണ്ടും വീണ്ടും ഡോക്ടർമാരുടെ വിധികളിലേക്ക് നോക്കി അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ, 1-ാം യാമം 2-ാം യാമം 3-ാം യാമമായി രോഗങ്ങൾ വർദ്ധിക്കുന്നു, വേദനകൾ വർദ്ധിക്കുന്നു. ഇല്ല, നിന്റെ വേദനയുടെ ഓരോ അവസ്ഥകളും കാണുന്ന ഒരുവനുണ്ട്. ഡോക്ടർമാർക്ക് അത് അറിയത്തില്ല. നീ അനുഭവിക്കുന്ന വേദന വ്യക്തമായിട്ട് അറിയുന്ന ഒരുവനുണ്ട്. അവൻ പറയുന്നു, 4-ാം യാമത്തിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ഇന്ന് രാവിലെ പറഞ്ഞവൻ ഇന്ന് രാവിലെ ആ ശബ്ദം കേട്ട് ഇന്ന് രാവിലെ ധൈര്യപ്പെട്. മുന്നോട്ട് ചുവടുകൾ എടുത്ത് വെക്ക്, അടുത്ത ദിവസത്തിലേക്ക് ചുവടുകൾ വെക്ക്. അഗ്നിശോധന പതറി പോകത്തില്ല, നീ വെള്ളത്തിൽ മുങ്ങി പോകത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. നീ അക്കരയ്ക്ക് പോകും, മുന്നോട്ട് പോകും. ചുവടുകൾ വെക്ക്. ആ രോഗം നിന്നെ കീഴടക്കത്തില്ല, ആ രോഗവെഞ്ചന നിന്നെ കീഴടക്കത്തില്ല. നീ അതിനെ ചവിട്ടി അതിനെ എഴുന്നേൽക്കും, അതിന്മേൽ നീ ചവിട്ടി മെതിച്ചു കയറും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പാമ്പിനെ അല്ല, പാമ്പുകളെ. ഹല്ലേലൂയ. ഏദനിൽ കടന്നു വന്ന ആ സർപ്പത്തെ മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, അവന്റെ സകല അവന്റെ അനുചാരങ്ങളെ എല്ലാവരെയും ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു, വാഴ്ചകളെ, അധികാരങ്ങളെ, ദൂതാത്മ സേനകളെ, അതാണ് പാമ്പുകളെ, തേളുകളെ. ഇന്ന് രാവിലെ നീ ചവിട്ടി
മേടിക്കും. ഏത് ദൂഷ്ടാത്മ ശക്തി വരട്ടെ, നീ ചവിട്ടി മെതിക്കുവാൻ അധികാരം ഇന്ന് രാവിലെ ഇതാ നിന്റെ മേൽ കൈമാറിയിരിക്കുകയാണ്. ധൈര്യപ്പെടുക, അരകട്ടി നീ എഴുന്നേൽക്കുക, മുന്നോട്ട് കുതിക്കുക. യേശു പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. പേടിക്കണ്ട. ഈ ശബ്ദം നീ കേട്ടുവെങ്കിൽ നിന്റെ അകത്തടങ്ങളിൽ ഇന്ന് രാവിലെ ധൈര്യപ്പെടണം. ശോധനകളുടെ നടുവിൽ നീ തടന്നു പോകത്തില്ല. ഇന്ന് രാവിലെ നിന്നെ ഭരിക്കുന്ന വേദനകൾ അഴിഞ്ഞു മാറും. നീ ധൈര്യപ്പെട്ട് നിൽക്ക. പരിശുദ്ധാത്മാവേ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ മുന്നോട്ട് നടത്ത, എന്നെ മുന്നോട്ട് നടത്ത്. ആത്മാ പറയുന്നു, നീ എഴുന്നേൽക്ക, കിടക്ക വിട്ട് നീ എഴുന്നേൽക്ക, നീ ചുവടുകൾ അങ്ങോട്ട് വെച്ച്. യോ രോഗമാ, വേദനയാ, വേദനയാ, അതിന് നടുവിൽ കർത്താവ് നീ എഴുന്നേൽക്ക്. യേശുവിന്റെ കരമാണ് നിന്റെ കരുത്തിൽ പിടിച്ചിരിക്കുന്നത്. വേദനയിൽ നിന്ന് കർത്താവ് നിന്നെ പൊക്കി എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. നീ എന്തിനാ നീ അവിശ്വസിക്കുന്നത്? എഴുന്നേൽക്ക്. ഇന്ന് വൽക്കാല ചില വേദനകളുടെ നടുവിൽ നിന്ന് അസാധാരണമായ ഒരു കരം, അദൃശ്യമായ ഒരു കരം നിന്റെ കരുത്തിൽ കയറി പിടിക്കുകയാണ്. കിടക്കയിൽ ആരുമാരും താങ്ങാൻ കഴിയാതെ ഒരു വ്യക്തി പോലും നിന്നെ താങ്ങുവാനില്ലാതെ കിടക്കുമ്പോൾ അദൃശ്യമായ ഒരു കരം, ഒരു ബലമുള്ള ഭുജമിത നിന്റെ കരുത്തിൽ കയറി പിടിക്കുകയാണ്. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഇന്ന് വൽക്കാല വേദനകൾ കുടഞ്ഞു കളഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധി നടുവിൽ നീ എഴുന്നേറ്റ് നിൽക്ക. ഹല്ലേലൂയ. മുന്നോട്ട് ചുവടുകൾ വെക്ക. പരിശുദ്ധനായ സ്വർഗ്ഗപിതാവേ, ഈ തിരുവചനത്തിന്റെ ശക്തി ഇപ്പോ ജനത്തിന്മേൽ വ്യാപരിക്കണമേ. അന്ധകാര ശക്തികൾ ഒന്നിനു പുറകെ ഒന്നായി മുന്നോട്ട് വിടാതെ ജീവിതങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഇരുളിന്റെ ശക്തികളെ വൽക്കാലം ശാസിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജനം ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങട്ട് കർത്താവേ. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ബലം ഇപ്പോ ജനത്തിന്മേൽ വ്യാപരിച്ചു വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. വൻകാര്യങ്ങളെ ചെയ്യുന്നതോത്ത് സ്തോത്രം. എല്ലാം പതറിപ്പിച്ച വാക്കുകളെ തെറ്റിച്ച് കളയുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ ഇന്ന് വൽക്കാലം ഞാൻ ശാസിക്കുന്നു കർത്താവേ. രക്തത്താൽ ക്ഷമെടുക്കുന്നു. ദാസിയെയും ആമേൻ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.